പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ദൈവത്തിൻ്റെ വചനം എന്ന് നാം പഠിച്ചു. എല്ലാവരും അത് പഠിച്ചു, എല്ലാവരും ആ വീഡിയോ കണ്ടു, എല്ലാവരും അത് ഹൃദയസ്ഥമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ഈ ഒരു സമയം ഞാൻ നിങ്ങൾ പഠിക്കാൻ പോകുന്ന അടുത്ത സെക്കൻഡ് ക്ലാസ്സാണ് നമ്മുടെ. ഈ സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം, അതിനെപ്പറ്റിയാണ് നാം പഠിക്കാൻ പോകുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, നല്ല സമേതനായ കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. അടിയങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരു വിചാരിപ്പം സ്വർഗം അനുവദിച്ച എല്ലാ കൃപകൾക്കുമായി നന്ദി. കർത്താവ് വചനം പഠിക്കുന്ന അനേക ദൈവമക്കൾക്കൊരു കർത്താവ് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കുമാറാകണം. വചനത്തിൻ്റെ മർമ്മങ്ങളെ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണം. പഠിപ്പിക്കുന്ന ഓരോ പാർട്ടുകളും ഓരോ എപ്പിസോഡുകളും കർത്താവ് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കുമാറാകണം. അത്ഭുതങ്ങളെ എൻ്റെ കർത്താവ് ചെയ്യണം. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് ഇന്നത്തെ വേദപഠനത്തിന് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ്. വചനം ഇങ്ങനെ വായിക്കുന്നു: യഹോവ അവന്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ. ദൈവമക്കളെ, ഒരു വ്യക്തിയെ ഞാനും നിങ്ങളും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായി ആ വ്യക്തിയെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം എന്നുണ്ട് എങ്കിൽ ഒരു സ്വഭാവത്തെ ആദ്യം ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? പഠിക്കണം. ഒരു വ്യക്തി എങ്ങനെയുള്ളവനാണ്? വിശ്വസ്തനാണോ? വിശ്വസിക്കാൻ കൊള്ളാകുന്ന വ്യക്തിയാണോ? കൂടെ കൂട്ടാൻ കൊള്ളാകുന്ന വ്യക്തിയാണോ? കൂട്ടുകൂടാൻ, അംഗീകരിക്കുവാൻ, നമ്മുടെ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണോ എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ വ്യക്തിയുടെ സ്വഭാവം നോക്കിയിട്ട. ആ വ്യക്തിയെ നന്നായി ഒന്ന് അടുത്തറിഞ്ഞ് അവൻ്റെ സ്വഭാവം നോക്കിയിട്ട. ഇന്ന് ഈ ഒരു സമയം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളും പഠിക്കാൻ പോകുന്നത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്. ഈ ദൈവം വിശ്വസ്തനാണോ? ഈ ദൈവത്തെ എൻ്റെ വിഷയങ്ങളൊക്കെ ഈ ദൈവത്തോട് ഷെയർ ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ ദൈവത്തോട് എൻ്റെ വിഷയങ്ങളെയൊക്കെ ഷെയർ ചെയ്താൽ, ഈ ദൈവത്തോട് എൻ്റെ ആവശ്യങ്ങളെയൊക്കെ പറഞ്ഞാൽ ഈ ദൈവം അംഗീകരിക്കുമോ? എനിക്ക് അനിവാര്യമായ ആവശ്യമായ നന്മകളെ, മറുപടികളെ നൽകി തരുമോ എന്ന് നോക്കുകയാണ്. ഞാൻ വായിച്ച വേദഭാഗം പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ യഥാർത്ഥമായ സ്വഭാവം എന്താണ്. മോശ ദൈവത്തോട് പറയും, ദൈവമേ, എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം, നീ ആരാണെന്ന് എന്നെ ഒന്ന് വെളിപ്പെടുത്തണം. ഈ ചോദ്യത്തിന്റെ മുൻപിൽ യഹോവയായ ദൈവം അവന്റെ മുൻപാകെ കടന്ന് ഉറക്കെ ഘോഷിച്ചത്, യഹോവയായ ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തുക, മോശയോട് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. എങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത്? യഹോവയായ ദൈവം അവന്റെ മുൻപാകെ, മോശയുടെ മുൻപാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ. എന്താണ് എഴുതിയിരിക്കുന്നത്? യഹോവയായ ദൈവം കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമാണ് ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഈ ദൈവം. ദൈവമക്കളെ, നാം വായിച്ച വേദഭാഗത്തിനകത്ത് കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്, യഹോവയായ ദൈവം വളരെ വ്യക്തമായി അവിടെ പറയുകയാണ്, ഞാൻ ഒരിക്കലും ക്രൂരനായ ഒരു വ്യക്തിയല്ല. എൻ്റെ കോപം ക്ഷണനേരത്തേക്ക് ഉള്ളൂ എങ്കിലും രണ്ടാമത് പറയുകയാണ്, ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയല്ല, പെട്ടെന്ന് എനിക്ക് ദേഷ്യമുണ്ടാകുന്ന ഒരു വ്യക്തിയല്ല. മൂന്നാമത് ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം തന്നെ പറയുകയാണ്, ഞാൻ പാപത്തെ വെറുക്കുന്നു, പക്ഷെ പാപികളെ ഒരിക്കലും ഞാൻ കൈവിടുകയില്ല. പിന്നെയും ദൈവത്തിന് തിരുത്തപ്പെട്ട് മടങ്ങി വരാൻ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെതായ തനതായ സ്വഭാവം ദൈവം ആ വേദഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ വായിച്ച വേദഭാഗത്തിനകത്ത് ദൈവം ആരംഭത്തിൽ തന്നെ തുടങ്ങുന്ന ഇങ്ങനെയാണ്, ഞാൻ ആരാണ്? ഞാൻ കരുണയുള്ള ദൈവമാണ്. എന്തുകൊണ്ടാണ് ആ ഒരു വാക്യത്തിൽ തുടങ്ങുന്നത് നിങ്ങൾക്കറിയാമോ? മനുഷ്യനുമായി ദൈവത്തിന്റെ സഹവർത്തിത്വം ഏത് നിലവാരത്തിലായിരിക്കുന്നു എന്നാണ് ആ ഭാഗത്ത് നാം മനസ്സിലാക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യനോട് ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്. ദൈവം ഏറ്റവും അധികമായി മനുഷ്യരുടെ ഇടയിലേക്ക്, മനുഷ്യന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളതും
കരുണ കാണിപ്പാൻ വേണ്ടി തന്നെയാണ്. ഇസ്രായേൽ ജനം ഏറ്റവും അധികമായി നിലവിളിച്ചു. ഇസ്രായേൽ ജനം നിലവിളിച്ചു, കരഞ്ഞു. മിസ്രയീമിലായിരിക്കുമ്പോൾ, അടിമത്തത്തിലായിരിക്കുമ്പോൾ കരഞ്ഞു. അവിടെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, മോശയോട് ദൈവം പറഞ്ഞൊരു ഭാഗമുണ്ട്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളിയുടെ ശബ്ദം ഞാൻ കേട്ടിരിക്കുക. കരുണയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ ജനത്തോട് ചേർന്നിരുന്ന് ആ കരുണയിൽ അവരെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നമ്മുടെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ സ്വഭാവം അവൻ കരുണയുള്ള ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ കടന്നു വന്നേക്കാം. എൻ്റെ നിങ്ങളുടെ ഹൃദയം നുറങ്ങി ഞാൻ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ദൈവത്തെ നിലവിളിച്ചാൽ, ആ ദൈവത്തോടൊന്ന് അപേക്ഷിച്ചാൽ, വളരെ കൃത്യമായി വളരെ വ്യക്തമായി ഈ ദൈവം നമ്മോട് ഇടപെടുന്ന ദൈവമാണ്. കാരണം ആ ദൈവം കരുണയുള്ള ദൈവമാണ്. രണ്ടാമത് പറയുകയാണ്, ഞാൻ ദീർഘക്ഷമയുള്ളവനാണ്. മാനുഷികമായി, വ്യക്തിപരമായി ഞാനും നിങ്ങളും നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത്, നഷ്ടമായി പോകുന്ന ഒരു വിഷയമാണ് ക്ഷമയെന്ന് പറയുന്നത്. ഒരു ചെറിയ വിഷയത്തിന് പോലും ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടാറുണ്ട്, കോപിക്കാറുണ്ട്. ഹൃദയത്തിനകത്ത് വാശിയും ക്രോധവും സംഗ്രഹിച്ചു വെക്കാറുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ മഹാദയുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്, ഞാൻ ദീർഘമായി ക്ഷമിക്കുന്ന ദൈവമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ, ഒരു കുറവുകൾ വന്നു പോയാൽ ഈ ദൈവം എന്തു ചെയ്യും? നമ്മോട് ക്ഷമിക്കും. ദീർഘമായി നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്. ഒരു തെറ്റിന് ചാടിക്കയറി നമ്മെ ശിക്ഷിക്കുന്ന ദൈവമല്ല. പലപ്പോഴും അവസരങ്ങളെ നൽകി തരുന്ന ഒരു ദൈവം. ഈ അവസരങ്ങളെ നൽകി തരുമ്പോൾ ഞാൻ നിങ്ങളും പലപ്പോഴും ഈ അവസരങ്ങളെ മുതലാക്കാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, അല്ലെ? പലപ്പോഴും ഞാൻ നിങ്ങളും ഈ അവസരങ്ങളെ മുതലാക്കാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും ദൈവം എന്ത് ചെയ്യും? പലപ്പോഴും എന്നോടും നിങ്ങളോടും ക്ഷമിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം തന്നെ പറയുകയാണ്, ദൈവത്തെ തന്നെ ദൈവത്തിന്റെ സ്വഭാവം പറയുകയാണ്, ഞാൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. മൂന്നാമത്തെ വിഷയം പറയുകയാണ്, ഞാൻ മഹാദയുള്ള ദൈവമാണ്. ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ ദയയ്ക്ക് ഒരു അന്ത്യമില്ല. നിത്യമായി നമ്മോട് ദയ കാണിക്കുന്ന ദൈവം. ജീവിതത്തിൽ പലപ്പോഴും പല കുരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഒരിക്കലും ആ ഒരു കുരുത്തക്കേട് കണ്ട് നമ്മെ വെട്ടിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദീർഘമായി നമ്മോട് ക്ഷമിച്ച്, നമ്മോട് ദയ കാണിച്ച്. കാരണം ഞാനും നിങ്ങളും ആരാണ് എന്ന് കർത്താവിന് നന്നായി അറിയാം. ദൈവത്തിന്റെ മഹത്തരമായ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും. എങ്കിൽ പോലും ഞാനും നിങ്ങളും ചാബല്യങ്ങളുള്ള വ്യക്തികളാണെന്ന് കർത്താവ് നന്നായി അറിയാം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? നമ്മോട് ദയ കാണിക്കുന്ന ദൈവമാണ്. പലപ്പോഴും അവസരങ്ങളെ നൽകി തരുന്ന ദൈവമാണ്. ദൈവം പറയാ, ഞാൻ മഹാദയുള്ള ദൈവമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മോട് ദയ കാണിക്കുന്നത് കൊണ്ടാണ് ഈ നാളുകളിൽ മുൻപോട്ട് കടന്നു പോകുന്നത് എന്നുള്ള ബോധ്യം ഈ സമയം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. പറയാ, ഞാൻ മഹാദയുള്ള ദൈവമാണ്. എൻ്റെ ദയ നിത്യതയോളം വെളിപ്പെടുന്ന ദയയാണ്, ഒരിക്കലും അസ്തമിച്ചു പോകുന്ന ദയയല്ല. ഞാൻ നിന്നോട് ദയ കാണിച്ചാൽ അത് നിത്യത വരെയും ആ ദയ ഉണ്ടാകും. അടുത്ത വിഷയം പറയുകയാണ്, ദൈവം സത്യമുള്ളവനാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് ഉവ്വ് എന്ന് തന്നെയാണ്. ഉവ്വെന്ന് പറഞ്ഞാൽ അത് ഉവ്വെന്ന് തന്നെയാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് തന്നെയാണ്. ദൈവം നമ്മോടൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മാറാത്ത ദൈവമാണ്. വാഗ്ദത്തം ചെയ്താൽ മാറിപ്പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മാറ്റമില്ലാത്ത വാക്കുകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. സത്യം മാത്രമേ ആ ദൈവം പറയുകയുള്ളൂ, സത്യം മാത്രമേ ആ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. ദൈവമക്കളെ, ഇങ്ങനൊരു ദൈവത്തിന്റെ അടുക്കലേക്കാണ് ഞാൻ നിങ്ങളും അടുത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു ദൈവത്തിന്റെ വചനമാണ് ഞാൻ നിങ്ങളും മുറുകെ പിടിക്കുന്നത്. അടുത്ത ഭാഗം പറയുകയാണ്, ദൈവം നീതിമാനായ ദൈവമാണ്. നീതി ഇഷ്ടപ്പെടുന്ന ദൈവം, നീതിമാനായ ദൈവം. നീതിയുള്ള കാര്യങ്ങളിൽ മാത്രമേ ആ ദൈവം എന്ത് ചെയ്യുള്ളൂ? ഇടപെടുകയുള്ളൂ. നീതിയിൽ പുതുകി വരുത്തക്കവണ്ണം എന്നെയും നിങ്ങളെയും ആ കർത്താവിന്റെ നീതിയിൽ, ആ ദൈവത്തിന്റെ നീതിയിൽ വഴി നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും മാനുഷികമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനീതിയൊക്കെ കടന്നു വന്നേക്കാം. സത്യമില്ലാത്ത അവസ്ഥകളൊക്കെ കടന്നു വന്നേക്കാം. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുക, ദൈവം നീതിമാനായ ദൈവമാണ്. നീതിമാനായ ദൈവം നീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നീതിയിലൂടെ വഴി നടക്കണമെന്നും കർത്താവ് ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവവേദലേ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനീതി എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ
ആ മഹാദയുള്ള ദീർഘക്ഷമയുള്ള കർത്താവിന്റെ സന്നിധിയിലേക്ക്, കർത്താവ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, കുറവുണ്ട്, നീതിയെ ഞാൻ ആഗ്രഹിക്കുന്നു, നീതിയിൽ നടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനയോടെ നടത്തി എന്നാൽ നിങ്ങളെ നീതിയിൽ വഴി നടത്താൻ യോഗ്യനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്, ഞാൻ നിങ്ങളും വിളിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. അവസാന ഭാഗം പറയുന്നത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ്. സ്വന്തം പുത്രനെ നൽകി തരുവാൻ മാത്രം അത്രത്തോളം സ്നേഹം നമ്മോട് കാണിച്ച ഒരു ദൈവം. ആ ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും എനിക്കും നിങ്ങൾക്കും നിർണയിക്കാൻ കഴിയാത്തതാണ്, എനിക്കും നിങ്ങൾക്കും ഒരിക്കലും അളക്കുവാൻ കഴിയാത്ത ഒന്നാണ്. നിത്യമായ സ്നേഹം. ആ സ്നേഹത്താലാണ് എന്നെയും നിങ്ങളെയും എന്ത് ചെയ്തത്? ദൈവം സ്നേഹിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവവേദനെ, ദൈവത്തിന്റെ യഥാർത്ഥമായ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, ആ കർത്താവിന്റെ സ്നേഹത്തിലേക്കൊന്ന് അടുത്ത് ചെല്ലുവാൻ ഞാൻ നിങ്ങളും മനസ്സ് വെക്കുമ്പോഴാണ്, ഞാൻ നിങ്ങളും മനസ്സ് കാണിക്കുമ്പോഴാണ് ദൈവത്തിന്റെ യഥാർത്ഥമായ സ്വഭാവം ഞാൻ നിങ്ങളും തിരിച്ചറിയുന്നത്. നമ്മുടെ പറയട്ടെ, 5-6 ഭാഗങ്ങളായി ഞാൻ പറയപ്പെട്ട ദൈവത്തിന്റെ സ്വഭാവമുണ്ട്. ദീർഘക്ഷമയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മുടെ ദയ കാണിക്കുന്ന ദൈവമാണ്, നീതിമാനായ ദൈവമാണ്, സത്യം മാത്രം പറയുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ സ്വഭാവമാണ്. ഈ ദൈവത്തിന്റെ യഥാർത്ഥമായ സ്വഭാവത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥമായ ഈ ദൈവത്തിന്റെ സ്വഭാവത്തെ ഞാനും നിങ്ങളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് എന്നേ മതിയാകുകയുള്ളൂ. ഈ സമയം എൻ്റെ ക്ലാസ് കേൾക്കുന്ന ദൈവമക്കളെ, ദൈവവേദനെ, നീ ദൈവത്തിന്റെ വചനവുമായി കർത്താവിന്റെ അടുക്കിലേക്ക് നടത്തി ചെല്ലുമ്പോൾ ഈ ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് നിങ്ങൾക്കും വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, ആ ദൈവത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളെ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.